ലെമൺ ചിക്കൻ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ലെമൺ ചിക്കൻ എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ്, ചൈനീസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നതാണ് ലെമൺ ചിക്കൻ. കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് അത് ഇഷ്ടമാവുക. എരിവ് കുറവായിരിക്കും, കുറച്ച് സ്വീറ്റ് ആയിരിക്കും. നമ്മുടെ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ നമ്മൾ ലെമൺ ചിക്കൻ പറഞ്ഞാൽ കിട്ടുന്നതാണ്. പൊതുവെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് നമ്മളിന്ന് അത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട എന്തൊക്കെയാ വേണ്ട സാധനങ്ങൾ നോക്കാം. ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ച ബോൺലെസ് ആക്കി മുറിച്ച ചിക്കനാണിത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് ഇതിനു വേണ്ടി ബാറ്റർ തയ്യാറാക്കി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കനിലേക്ക് ആദ്യമായിട്ട് കുറച്ച് സോൾട്ട് ഇടുന്നു. കുറച്ച് സോൾട്ടേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നതിലൊക്കെ സോൾട്ട് ഉണ്ട്. ഈ സോയാ സോസ് അതെല്ലാം നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്. അതിലെല്ലാം അല്പം സോൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇടുന്നുള്ളൂ. ഒരല്പം ലൈം ജ്യൂസ് ഇതിലാക്കുന്നുണ്ട്, ഒരല്പം സോയാ സോസ്, മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നു. മുട്ടയുടെ വൈറ്റ് മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഇത് നന്നായി മിക്സ് ചെയ്യും. ഇതാണ് നമ്മളിനി ഫ്രൈ ചെയ്യാൻ പോകുന്ന ചിക്കൻ. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്റ്റവ് കത്തിക്കുന്നു. ഈ പാനിൽ നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഇത് ചൈനീസ് ആണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ചിക്കൻ നമ്മൾ വെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ശ്രദ്ധിക്കണം, കയ്യിലേക്ക് തെറിക്കാതെ ഇടണം. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് എടുക്കേണ്ട ഘട്ടം. ഈ ചിക്കൻ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയ ചിക്കൻ നമ്മൾ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റും. നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്ത ലെമൺ ചിക്കൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. പാൻ നമ്മൾ ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. നമ്മൾ ആദ്യം ചിക്കൻ വറുക്കാൻ വെച്ച ഓയിൽ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് വേറെ എടുക്കുന്നുണ്ടല്ലോ. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് കുറച്ച് ഇടുന്നുണ്ട്. സ്വല്പം കുറച്ച് ജിഞ്ചർ, ഇപ്പൊ ജിഞ്ചർ ഇട്ടു, ഗാർലിക് ഇട്ടു, പച്ചമുളക് ഇട്ടു. നമുക്ക് ഇടുന്ന കുറച്ച് ഒരല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്, കുറച്ച് ഷുഗർ. അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നു, ഒരല്പം ഒഴിക്കണം. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണം. കുറച്ചും കൂടി സോൾട്ട് നേരത്തെ അതിലിട്ടുണ്ട്, എന്നാലും ഒരല്പം സോൾട്ട് ഇതിലേക്ക് കൂടി വേണം. അല്പം സോൾട്ട് ഇട്ടു. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാൻ പോകുന്നത്. ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നു. നമ്മളിത് ലെമൺ ചിക്കൻ ആണെന്ന് പറയാം. അപ്പം ലെമൺ ചിക്കൻ്റെ ലെമൺ ആവശ്യമുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈം ജ്യൂസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ നീര് സ്വല്പം ചേർക്കണം. അധികം ആവരുത്, അപ്പം അതിൻ്റെ ഒരു ലെമണിൻ്റെ ഒരു ടേസ്റ്റ് അധികം ആവാൻ പാടില്ല. എല്ലാം ആയി കഴിഞ്ഞു. ഇനി ഒന്ന് സെറ്റ് ആവുക വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒരു വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. ചിക്കൻ സ്റ്റോക്ക് ആകുമ്പോൾ ആ രുചിയെല്ലാം നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഇതിൻ്റെ മുകളിൽ
ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കാവുന്നതാണ്. ലെമൺ ചിക്കൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം.